ആളിൽ അബദ്ധമോ തെറ്റുകളോ സംഭവിക്കുന്നു എന്നതിന്റെ പേരിൽ അയാൾക്കെതിരിൽ താക്കീത് നൽകുകയും അയാളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതൊന്നും ശരിയായ നിലപാടല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് മാത്രമല്ല, അദ്ദേഹം പറയുകയാണ് ഇന്ന് അഹ്ലുസുന്നന്റെ ആളുകളാണെന്ന് പറയുന്ന ചില ആളുകൾ അവരെന്താ ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിൽ അവർ പ്രത്യേകം രംഗത്ത് വന്നിരിക്കുന്നു. ആർക്കൊക്കെ എന്തൊക്കെയാണ് കുറ്റം ഇത് അന്വേഷിക്കലാണ് അവരുടെ പണി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവരുടെ സ്വഭാവം, അവരുടെ പണി എന്താണ്? തതബ്ബുറുൽ അഖ്താ വൽ ബഹ്സ് അൻഹാ. ആർക്കൊക്കെയാണ് അബദ്ധം പറ്റുന്നത് ഇത് അന്വേഷിക്കുക. സവാഉൻ കാനത് ഫിൽ മുഅല്ലഫാത്ത് ഔ അശ്രീത. ചിലപ്പോൾ ഒരു പ്രസംഗത്തിൽ കേട്ട തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ കാണുന്ന തെറ്റായിരിക്കും. സുമ്മ തഹ്ദീറു മിൻ ഹസല മിൻ ഷൈഇൻ മിൻ ഹാദിഹിൽ അഖ്താ. എന്നിട്ട് അബദ്ധം പറ്റിയ ആളുകളെ കുറിച്ച് താക്കീത് നൽകുക. കണ്ടോ, ഇത് സലഫിയത്തിന് യോജിച്ചതല്ലല്ലോ, കണ്ടോ ഇത് സുന്നത്തിനെതിരല്ലേ, അതുകൊണ്ട് ഇവരെയൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നാട്ടിലേക്ക് അവർ ഇറങ്ങുന്നു. വമിൻ ഹാദിഹിൽ അഖ്താ അല്ലതി യുജറഹ് ബിഹാ അശ്ശഖ്സ് വയുഹദ്ദറു മിൻഹു ബിസബബിഹാ തആവനുഹു മസലൻ മഅ ഇഹ്ദൽ ജംഇയ്യാതി ബിൽഖാഇൽ മുഹാദറാത്തി അവൽ മുശാറക ഫി നദവാത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ചില സംഘടനകളിലോ മറ്റോ പോയി ഒരാൾ ക്ലാസ് എടുത്തു എന്ന് വിചാരിക്കുക. അദ്ദേഹം ക്ലാസ് എടുത്ത വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമായിരിക്കും. പക്ഷേ ഇന്നാളുടെ കൂടെ പോയില്ല, അല്ലെങ്കിൽ ഇന്നാളുടെ വേദിയിൽ പങ്കെടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ കുറ്റങ്ങളുടെ പിന്നാലെ പോവുക, അബദ്ധങ്ങളുടെ പിന്നാലെ പോവുക, ഇതാണ് ചില ആളുകൾ. അവർ അഹ്ലുസുന്നന്റെ ആളുകളാണ്, പക്ഷേ അവർ ഏർപ്പെട്ടിരിക്കുന്ന ഏർപ്പാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ധാരാളം അഹ്ലുസുന്നന്റെ ആളുകളെ, അഹ്ലുസുന്നത്തിന്റെ അതേ മനഹജുള്ള ആളുകളോട് നിങ്ങൾ സൗമ്യമായി നിലകൊള്ളണം, മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം എഴുതാനുള്ള കാരണം ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ രംഗപ്രവേശം ചെയ്തു. അവർ വളരെ നേരത്തെ മുമ്പേ ഉണ്ട്, വളരെ നേരത്തെയുള്ള ഒരു മനഹജാണ്. ആ മനഹജ് തലമുറകൾ കൈമാറി ഇപ്പോൾ അത് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു, ഏതൊരു വിദ്യാർത്ഥിയും ശക്തി പ്രാപിച്ചതുപോലെ. അഥവാ ആളുകളുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാളെ കൊണ്ടുവന്നു, കള്ളു കുടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ആൾ അപ്പോഴാണോ കള്ളു കുടിക്കുന്നല്ല, മുഴുക്കുടിയാനാണ്, എപ്പോഴും കുടിക്കും. പക്ഷേ സ്വഹാബിയാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ എന്താ? സ്വഹാബത്തിന്റെ നിർവചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ നബിയെ കണ്ടുകൊണ്ട് കാണുകയും മുസ്ലിമായി തന്നെ മരിക്കുകയും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കാണ് എന്ത് പറയാ? സ്വഹാബി എന്ന് പറയുക. അപ്പൊ നബിയെ കണ്ട വ്യക്തിയാണ്, തൗഹീദ് സ്വീകരിച്ച ആളാണ്, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ എപ്പോഴും കള്ളു കുടിക്കുന്നതിന്റെ പേരിൽ അടികൊള്ളുന്ന ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ 80 അടി അപ്പോഴും അടിച്ചു. അപ്പൊ ചില സ്വഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹു ഇദ്ദേഹത്തെ ശപിക്കട്ടെ, എത്ര തവണയാണ് ഇയാളെ കള്ളു കുടിച്ചതിന്റെ പേരിൽ കൊണ്ടുവരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം നൽകിയ മറുപടി എന്താണെന്നറിയോ? ലാ തുദഇനൂ, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ ശപിക്കരുത്. ഇന്നഹു യുഹിബ്ബുല്ലാഹു വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം. ചില ആളുകൾക്ക് ചില തെറ്റുകൾ ചിലപ്പോൾ നിർത്താൻ പറ്റുന്നവരില്ല. എന്നാൽ അത്തരം അബദ്ധങ്ങൾക്ക് ഇസ്ലാമിന്റേതായ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കി. പാരത്രിക ലോകത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാളെ ശിക്ഷിക്കാം, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാം. ഒരു ശാപവാക്ക് പറയാൻ പോലും ആരും സമ്മതിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അദ്ദേഹത്തെ ഇനി മുതൽ താങ്കൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പറ്റാത്ത ആളാണ്, കള്ളുകുടിയനായ നിങ്ങളെ ഇസ്ലാമിക സൊസൈറ്റിയിൽ കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് ഇയാളെ പുറത്താക്കുന്നതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, അള്ളാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ കുല്ലു ഇബ്നി ആദമ ഖത്താഉൻ, ആദമിന്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് സംഭവിച്ച ആളുകളെ കഴിച്ചില്ല.